അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ മുഖ്തസറുൽ മആനിയുടെ 13ാമത്തെ സബക്കാണിത്. മുസന്നിഫ് റഹിമഹുല്ലാ തുടർന്നുകൊണ്ട് പറയുന്നു, വലി കുല്ലി കലിമത്തിൻ മഅ സാഹിബത്തിഹ മഖാമുൻ. ഏതൊരു കലിമത്തിനും അതിൻ്റെ കൂടെയുള്ള കലിമത്തോടുകൂടെ മഖാമുൻ, ഒരു മഖാമുണ്ട് എന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു ഫീല്, ആ ഫീല് ഇത എന്നുള്ള അദാത്തോടു കൂടെ വന്നു. ഷർത്തിൻ്റെ അദാത്തായ ഇതയോടുകൂടെ വരുമ്പോഴുള്ള മക്കാമല്ല, ഷർത്തിൻ്റെ അദാത്തായ ഇന്നോടുകൂടെ വരുമ്പോഴുള്ളത്. ഉദാഹരണം പറയാം. അപ്പം പിന്നെ അതിൻ്റെ സാഹിബത്തായ കലിമത്ത് മാറുമ്പോൾ ഈ കലിമത്തിൻ്റെ മക്കാമും മാറും എന്നർത്ഥം. അതാണ് ഷാരി വിവരിക്കുന്നത്. ഐ മഅ കലിമത്തിൻ നുഖ്റ മുസാഹിബത്തിൻ ലഹാൻ. അതിനോട് മുസാഹിബായ മറ്റൊരു കലിമത്തോടു കൂടെ കലിമത്തുണ്ടായിരിക്കും. മുസാഹിബായ കലിമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണത്തിൽ പിന്നെ ഇത, അപ്പം ഇതയോട് കൂടെ ഫീലിനുണ്ടായിരിക്കും മക്കാമുൻ, ഒരു മക്കാമ്. ലൈസലി തിൽക്കൽ കലിമത്തി, ആ കലിമത്ത് നമ്മുടെ ഉദ്ദേശം നമ്മളെ ഫീല്, ഈ ഫീലിനില്ല ആ മക്കാമില്ല. ലൈസാന മക്കാമില്ല. അല്ലെ തിൽക്കൽ കലിമത്ത് ഈ ഫീലിനില്ല. മാ ഒരു കലിമത്തോടു കൂടെ ഇല്ല. എങ്ങനത്തെ കലിമത്താണ്? യുഷാരിക്ക് തിൽക്ക സാഹിബത്ത, ഈ സാഹിബത്ത് എന്നോട് ഉദ്ദേശം നമ്മൾ ഉദാഹരണത്തിൽ ഇത, ഇതിനോട് മുഷാരിക്കാകുന്ന ഒരു കലിമത്തോടു കൂടെ ഇല്ല. ഫി അസ്ലുൽ മഅന, അസ്ലുൽ മഅനയിൽ, അസ്ലുൽ മഅന എന്ന് പറഞ്ഞാൽ ഷർത്തിൻ്റെ മഅനയാണ്. ഇപ്പോൾ ഇത, ഇന്ന് എന്നൊക്കെ ഷർത്തിൻ്റെ മഅനയിൽ മുഷാരിക്കാണ്. പക്ഷേ ഈ ഇതയോട് കൂടെ ഫീലിന് എന്തില്ല? ഇന്നോട് കൂടെ വരുമ്പം ഉള്ള ആ മക്കാമ് അത് ഇതയോടുകൂടെ വരുമ്പോഴുള്ള മക്കാമ് അല്ല, രണ്ടും വ്യത്യസ്തമാണ്. അപ്പം ഇതയോടുകൂടെ ഫീല് വരുമ്പോഴുള്ള മക്കാമ്, ആ മക്കാമ് ഇന്നോടുകൂടെ വരുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതാന്നുള്ള ജസ്മിനുള്ളതാണ്. അത് ഉറപ്പുള്ളിടത്ത് ഉപയോഗിക്കാനുള്ളതാണ്. ഇത ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള സ്ഥലത്താണ് ഇത ഉപയോഗിക്കുക. ഇന്ന് സംശയത്തിന്, ശക്കിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഖുർആനിലൊക്കെ ഇത അത് പറയും. ഇതിൻ്റെ ഇന്നിന് ലൗവിൻ്റെ ഒക്കെ ഉപയോഗം പറയുന്നുണ്ട്, ശേഷം പറയുന്നുണ്ട്. അപ്പോൾ ഖുർആനിലൊക്കെ ഇന്ന് ഉപയോഗിക്കില്ല എന്നാ. ഇന്ന് എങ്ങനെ ഹിക്കായത്തായിട്ട് ഉപയോഗിക്കുക എന്നല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീവിൽ ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം. അപ്പോൾ ഓരോ കലിമത്തും അതിൻ്റെ സാഹിബത്ത് മാറുമ്പോൾ കലിമത്തിൻ്റെ സ്ഥാനം മാറും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മസലൻ ഉദാഹരണം പറയുക, അൽ ഫീലുല്ലദീ ഖുസിദ ഇഖ്തിറാനുഹു ബിശ്ശർത്തി. അൽ ഫീലു ഒരു ഫീല്, അല്ലദീ എങ്ങനത്തെ ഫീലാണ്? ഖുസിദ ഇഖ്തിറാനുഹു ബിശ്ശർത്തി. ഷർത്ത് എന്ന ഷർത്തിൻ്റെ അദാത്താണ് ഉദ്ദേശം. ഷർത്തിൻ്റെ അദാത്തിനോട് അതിനെ അന്വയിപ്പിക്കൽ ഉദ്ദേശിക്കപ്പെട്ട്. അല്ലദീ എങ്ങനത്തെ ഫീല്? ഖുസിദ ഇഖ്തിറാനുഹു, അതിനെ അടുപ്പിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട് ബിശ്ശർത്തി, ഷർത്തിൻ്റെ അദാത്തിനോട്. എന്നാൽ ഫലഹു മഅ ഇൻ, എന്നാൽ ഇന്നിനോടുകൂടെ ആ ഫീലിനുണ്ട്. ഫലഹു ആ ഫീലിനുണ്ട്, മഅ ഇൻ ഇന്നോടുകൂടെ മക്കാമിനൊരു മക്കാമുണ്ട്. ലൈസ ആ മക്കാമില്ല, ലഹു ആ ഫീലിനില്ല, മഅ ഇത ഇതയോട് കൂടെ ഇല്ല. അപ്പം ഇതയോട് കൂടെ ഇല്ലാത്തൊരു മക്കാമ് ഇന്നയോടുകൂടെ ആകുമ്പോൾ ഫീലിനുണ്ട് എന്നായി പറഞ്ഞത്. വകദാ ലികുല്ലി കലിമത്തിൻ മിൻ അദവാത്തി ഷർത്തി മഅൽ മാളി മഖാമുൻ ലൈസ ലഹു മഅൽ മുദാരിഇ. വകദാ ഇതേ പ്രകാരം തന്നെ ലികുല്ലി കലിമത്തിൻ ഏതൊരു കലിമത്തിനും ഉണ്ടായിരിക്കും മിൻ അദവാത്തി ഷർത്തി ഷർത്തിൻ്റെ അദാത്തുകളിൽ നിന്നുള്ള ഏതൊരു കലിമത്തിനും മഅൽ മാളി മാളിയോടുകൂടെ മഖാമുൻ ഒരു മഖാമുണ്ടായിരിക്കും, ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. ലൈസ ലഹു മഅൽ മുദാരി ലൈസ ലഹു ആ മഖാമില്ല, ലഹു ആ കലിമത്തിനില്ല, മഅൽ മുദാരി മുദാരിയോട് കൂടെ. അപ്പോൾ മുദാരിയോട് കൂടെ ഇല്ലാത്ത ഒരു മഖാമ് മാളിയോട് കൂടെ ആവുമ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഷർത്തിൻ്റെ അദാത്തിൻ്റെ മക്കാമ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മാളിയോട് കൂടെ ആവുമ്പോഴുള്ള മക്കാമ് മുദാരിയോട് കൂടെ ആവുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ വ്യത്യാസപ്പെടും, മക്കാമ് വ്യത്യാസപ്പെടും, അർത്ഥം വ്യത്യാസപ്പെടും. അപ്പോൾ നേരത്തെ പറഞ്ഞത് പിന്നെ ഫീലിൻ്റെ മക്കാമ.
ഫീല് ഷർത്തിൻ്റെ അദാത്തോടു കൂടെ വരുമ്പോഴുള്ള ഫീലിൻ്റെ മക്കാമ് അത് വ്യത്യാസപ്പെടും. ഇവിടെ പറയുന്നത് ഷർത്തിൻ്റെ അദാത്തിൻ്റെ മക്കാമ്, അദാത്തിൻ്റെ മക്കാമ് ഫീലോട് കൂടെ വരുമ്പോൾ, ഇപ്പം മാലിയ ഫീലോട് കൂടെ വരുമ്പോഴുള്ള മക്കാമല്ല മുദാരിയ ഫീലോട് കൂടെ വരുമ്പോഴുള്ള മക്കാമ്. മാലിയ ഫീൽ ഉപയോഗിക്കൽ പിന്നെ അത് ബുക്കൂ ഗലബത്തുള്ള കൊടുത്ത ബുക്കൂവിൻ്റെ ഗലബത്ത് ഒഴിവാക്കാൻ വേണ്ടി അതൊക്കെ ശേഷം പറയുന്നുണ്ട്. അത് ഉണ്ടാകാൻ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അവിടെ മാലിയ ഉപയോഗിക്കുക, അവിടെ മുദാരി ഉപയോഗിക്കില്ല. മുദാരി തജദ്ദുദ് ഹുദൂസിൻ്റെ കാരണത്തിന് വേണ്ടിയായിരിക്കും, ഓരോന്നിനോരോ കാരണം ഉണ്ടാവും. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞത് അദാത്തിൻ്റെ വ്യത്യാസമാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ഫീലിൻ്റെ വ്യത്യാസം. പിന്നെ നേരത്തെ പറഞ്ഞത് ഫീല് അദാത്തോട് കൂടെ വരുമ്പോൾ ഫീലിൻ്റെ മക്കാം വ്യത്യാസപ്പെടുന്നുണ്ടെന്ന്. ഇവിടെ അദാത്ത് ഫീലോട് കൂടെ വരുമ്പം അദാത്തിൻ്റെ മക്കാം വ്യത്യാസം വരുന്നുണ്ട് എന്നവിടെ പറഞ്ഞു. വല ഹാദ അൽ ഖിയാസ്, ഇതിൻ്റെ മേലോടെ ഒപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മോ ഫീല ഹർഫിനൊക്കെ കലിമത്ത് എന്ന് പറയുമല്ലോ. അപ്പം പിന്നെ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഫീലായി വന്ന്, മുസ്നദ് ഫീലായി വരുമ്പോഴും ഇസ്മായി വരുമ്പോഴും ഒരേ മക്കാമല്ല, അത് വ്യത്യാസമുണ്ട്. ഫീലാവുമ്പോൾ തജദ്ദുദ് ഹുദൂസൊക്കെ ഉണ്ടാവും, പിന്നെ ഇസ്മാവുമ്പോൾ ദവാമ് തബാത്ത് അങ്ങനെ ഓരോ ഗുണങ്ങളുണ്ടാവും. ഇങ്ങനെ ഏതൊരു കലിമത്തും ഇപ്പോൾ ഇസ്തിഫാമിൻ്റെ ഹല്ലും ഹല്ലല്ലാത്ത മറ്റുള്ള അർഫുകളൊക്കെ കൂടെ വരുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഓരോ കലിമത്തും മറ്റൊരു കലിമത്തിനോട് മുസാഹിബത്തായി വരുമ്പോഴുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം അസ്ലുമേനയിൽ കൂറായ, ഇപ്പോൾ മാലി മുദാരി എന്നൊക്കെ പറഞ്ഞാൽ ഫീലിയത്തിൽ കൂറാണല്ലോ, പക്ഷെ അത് വ്യത്യാസമുണ്ട്. എന്നതുപോലെ ഇസ്തിഫാമിയത്തിൽ പിന്നെ കൂറായ ഹൽ അംസ എന്നൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അത് എന്തുണ്ട്, അത് ഓരോ കലിമത്തിനോട് മുസാഹിബത്തായി വരുമ്പോൾ വ്യത്യാസമുണ്ട്. അത് ശേഷം പറയും. അപ്പം മക്കാമ് ഹാല് എന്നൊക്കെ പറയുന്ന ഒന്നാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മക്കാമ് ഹാലൊക്കെ ഒന്നാണ് എന്ന്. അപ്പോൾ ഇത ഉപയോഗിക്കേണ്ട മക്കാമിൽ ഇന്ന ഉപയോഗിക്കാൻ പറ്റില്ല. മക്കാമ് എന്ന് പറഞ്ഞാൽ മുഖാത്തബിൻ്റെ ഹാല്, ആ മുഖാത്തബിൻ്റെ ഹാലനുസരിച്ച് ഉപയോഗിക്കണം എന്നുദ്ദേശം. ഇപ്പം മാലിയാഫിൽ ഉപയോഗിക്കേണ്ടടുത്ത് മുദാരിയാഫിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്നതുപോലെ മുസ്നദിനെ ഫീലിയ ജുംലയാക്കി കൊണ്ടുവരേണ്ടടുത്ത് ഇസ്മിയ ജുംലയാക്കി കൊണ്ടുവരാൻ പാടില്ല. എന്നിങ്ങനെ ഇസ്തിഫാമിൻ്റെ ഹല്ലുപയോഗിക്കേണ്ടടുത്ത് അംസ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ മക്കാമ് നോക്കിയിട്ട് ഉപയോഗിക്കണം എന്നർത്ഥം. ഇനി നമുക്ക് പിന്നെ മത്തിനിലേക്ക് മടങ്ങാം. വർത്തിഫാവ് ഷൈനിൽ കലാമി ഫിൽ ഹുസ്നി വൽ ഖബൂലി ബിമുതാബഖതിഹി ലിൽ ഇഅ്തിബാരിൽ മുനാസിബി വൻഹിതാതുഹു ബിഅദമിഹ. വർത്തിഫാവ് ഷൈനിൽ കലാമി, കലാമിൻ്റെ നിലവാരം ഉയരൽ, ഫിൽ ഹുസ്നി അതിൻ്റെ ദാത്തിയ ഭംഗിയിൽ, വൽ ഖബൂലി ബുലഗാ സ്വീകരിക്കുന്നതിലും, ബി മുതാബഖതിഹി ആ കലാം യോജിക്കൽ കൊണ്ടാണ് ഇഅ്തിബാരിൽ മുനാസിബി ഇഅ്തിബാർ മുനാസിബിനോട്. ഇഅ്തിബാർ മുനാസിബ് എന്ന് പറഞ്ഞാൽ മുഖാത്തബിൻ്റെ ഹാലിനോട് യോജിച്ച പരിഗണന. മുഖാത്തബിൻ്റെ ഹാലിനോട് യോജിച്ച പരിഗണന എന്ന് പറഞ്ഞാലും മുക്തദൽ ഹാൽ എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെ. അപ്പോൾ കലാം മുക്തദൽ ഹാലിനോട് യോജിക്കൽ കൊണ്ടാണ് കലാമിൻ്റെ നിലവാരം ഉയരുക. കലാമിൻ്റെ നിലവാരം ഉയരൽ അത് ഈത്തിബാർ മുനാസിബിനോട് കലാം യോജിക്കൽ കൊണ്ടാണ്. വൻഹിതാത്തുഹു ആ കലാമിൻ്റെ നിലവാരം താഴൽ, ഐ ഇൻഹിതാത്തു ഷൈനിഹി അതിൻ്റെ കാര്യം താഴൽ, ബി അദമിഹ ആ മുതാബക്കത്തില്ലാതിരിക്കൽ കൊണ്ടുമാണ്. അപ്പോൾ എത്രമാത്രം മുതാബക്കത്തുണ്ടോ അത്രമാത്രം കലാം ഉയർച്ച ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇവിടെ മുസ്നദ് ഇലൈനെ മാരിഫിയാക്കി കൊണ്ടുവരേണ്ട സ്ഥലമാണ്, മുസ്നദിനെ മുന്തിച്ച് കൊണ്ടുവരേണ്ട സ്ഥലമാണ്, ഹുക്കുമ് തൗക്കീദ് ചെയ്യേണ്ട സ്ഥലമാണ്. ഇത് മൂന്നും ചെയ്താൽ ആ കലാമിൻ്റെ നിലവാരം കൂടുതൽ ഉയരും. അതേസമയത്ത് ഒരു കാര്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്നദിനെ മുന്തിച്ച് കൊണ്ടുവന്നിട്ടില്ല, മാരിഫിയാക്കുകയും തൗക്കീദ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിലവാരം ഉയരും. അപ്പോൾ അങ്ങനെയാണ് ഈത്തിബാർ മുനാസിബിനോട് കലാം യോജിക്കൽ കൊണ്ടാണ് കലാമിൻ്റെ നിലവാരത്തിൻ്റെ ഉയർച്ച. വൻഹിതാത്തു അതിൻ്റെ താഴ്ച, ഇൻഹിതാത്തു ഷൈനിഹി കലാമിൻ്റെ നിലവാരം അതിൻ്റെ കാര്യം താഴലാകുന്നത് ബി അദമിഹ ആ ഈത്തിബാർ മുനാസിബിനോട് കലാം യോജിക്കാതിരിക്കൽ കൊണ്ടാണ്.
ബിഅദമി മുതാബഖത്തിഹി ലിൽ ഇഅ്തിബാരിൽ മുനാസിബി. ഇഅ്തിബാർ മുനാസിബിനോട് കലാം യോജിക്കാതിരിക്കൽ കൊണ്ടാണ്. അപ്പോൾ ഇഅ്തിബാർ മുനാസിബ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മുഖ്തദൽ തന്നെയാണ്. പറയും ഷാരി വിശദീകരിക്കും. വൽ മുറാദു ബിൽ ഇഅ്തിബാരിൽ മുനാസിബി, ഇഅ്തിബാർ മുനാസിബ കൊണ്ടുള്ള ഉദ്ദേശം അൽ അംറുല്ലദി ഇഅ്തബറഹു മുതകല്ലിമു മുനാസിബൻ ലിൽ മഖാമി. അൽ അംറുല്ലദി ഒരു കാര്യമാണ്. എങ്ങനത്തെ കാര്യം? ഇഅ്തബറഹുൽ മുതകല്ലിമു, മുതകല്ലിം അതിനെ പരിഗണിക്കുന്നു, മുനാസിബൻ ലിൽ മഖാമി, മഖാമിനോട് യോജിച്ചതായിട്ട്. മഖാമ് എന്ന് പറഞ്ഞ ഹാൽ തന്നെ. അപ്പോൾ ഹാലിനോട് യോജിച്ചതായിട്ട് മുതകല്ലിം പരിഗണിക്കുന്ന കാര്യം എന്ന. അപ്പം മുഖാത്തബിൻ്റെ ഹാലിനോട് യോജിച്ചതായിട്ട് മുതകല്ലിം പരിഗണിക്കുന്ന കാര്യം എന്നാണ് ഇഅ്തിബാർ മുനാസിബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ മുഖാത്തബ് മുങ്കിറാണെങ്കിൽ അവിടെ മുതകല്ലിം പരിഗണിക്കുന്ന കാര്യം തൗക്കീദാണ്. അപ്പോൾ തൗക്കീദ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബിഹസ്ബി സലീഖത്തി, പ്രകൃത്യ മുതകല്ലിം പരിഗണിക്കുന്നത്. പ്രകൃത്യ എന്ന് പറഞ്ഞാൽ ഈ മുതകല്ലിം നല്ലൊരു ശുദ്ധ അറബിയാകുമ്പോൾ അപ്പോൾ അവൻ്റെ പ്രകൃതിയിൽ നിന്ന് തന്നെ വരും എന്ത്? ഇവിടെ ഇൻകാർ ചെയ്യുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ തൗക്കീദ് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ഇവിടെ പിന്നെ മുസ്നദിനെ മുന്തിച്ചു കൊണ്ടുവരണം, അല്ല മുസ്നദിനെ മുന്തിച്ചു കൊണ്ടുവരണം എന്നൊക്കെ അവൻ്റെ പ്രകൃതിയാനെ തേടും. അവൻ അറബിയിൽ നല്ല അവഗാഹമുള്ള ശുദ്ധ അറബിയാണെങ്കിൽ. ഔ ബിഹസ്ബി തത്തബോയി തറാക്കീബിൽ ബുലഗായി, അല്ലെങ്കിൽ ബുലഗായിൻ്റെ തറാക്കീബ് എന്ന അവരുടെ കലാം, ബുലഗായിൻ്റെ കലാമിൻ്റെ ഘടനകൾ പരിശോധിക്കുക. അപ്പം ബുലഗായിൻ്റെ കലാമുകൾ പരിശോധിച്ചത് കൊണ്ട് മുതകല്ലിം ഇഅ്തിബാർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇവന് അറബിയല്ല, അജമിയാണ്, അനറബിയാണ്. അപ്പോൾ അവൻ എന്തുണ്ടാവില്ല, അറബിയിൽ അങ്ങനെ ഒരു ഒഴുക്കോട് കൂടെ സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ ബുലഗായിൻ്റെ കലാമൊക്കെ പരിശോധിച്ചിട്ട് ഇവിടെ പിന്നെ മുഖാത്തബിൻ്റെ ഹാല് പരിഗണിക്കുക. അപ്പോൾ ഹാല് ഇങ്ങനെയുള്ള ഹാലാകുമ്പോൾ ഇവിടെ ഏത് രീതിയിലാണ് കലാം കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ബുലഗായിൻ്റെ കലാം പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ യുക്കാലു പറയപ്പെടും ഈത്തബർത്തു ഷയ്യ എന്നല്ല, അല്ലെ ഈത്തബർത്ത ഷയ്യ, നീ ഒരു കാര്യം പരിഗണിച്ചു എന്ന് പറയപ്പോഴാണ് ഇതാ നളർത്ത ഇലഹി വറാഅയ്ത ഹാലഹൂൻ, ഇതാ നളർത്ത ഇലഹി, അതിലേക്ക് നീ നോക്കി, ശരിക്കും നോക്കി, വറാഅയ്ത ഹാലഹൂ, എന്നിട്ട് അതിൻ്റെ ഹാലൊക്കെ പരിഗണിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ അവസ്ഥ ഒക്കെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് ഈത്തബർത്ത അല്ലെ ഈത്തബർത്തു എന്ന് പറയാറ്. അപ്പോൾ ശരിക്ക് നോക്കി മനസ്സിലാക്കി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മുഖാത്തബിൻ്റെ ഹാലൊക്കെ ശരിക്കും നോക്കി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കലാം കൊണ്ടുവരിക എന്നർത്ഥം. വഅറാദ ബിൽ കലാമി അൽ കലാം അൽ ഫസീഹ, മുസന്നിഫ് ഇവിടെ കലാം എന്ന് പറഞ്ഞുള്ള ഉദ്ദേശം കലാമുൽ ഫസീഹാണ്. അൽ കലാം മേൽപ്പറഞ്ഞ കലാം എന്നുള്ള അർത്ഥമാണ്. ഫസീഹ കലാം മുഖ്തദലിനോട് യോജിക്കുക എന്നാണ് ഉദ്ദേശം. വബിൽ ഹുസ്നി, ഹുസ്നിൽ യോജിക്കുക എന്നല്ല പറഞ്ഞത്, അൽ ഹുസ്ന ദാത്തിയ ഹുസ്നാണ് ഉദ്ദേശം. വബിൽ ഹുസ്നി, ഹുസ്ന് കൊണ്ട് മുസന്നിഫ് ഉദ്ദേശിച്ചു അൽ ഹുസ്ന ദാത്തിയ ഹുസ്നാണ് ഉദ്ദേശിച്ചത്. അദ്ദാഖില ഫിൽ ബലാഗത്തിൽ ദാഖിലായ ദാത്തിയ ഹുസ്ന്, അതായത് കലാം ഫസീഹാകുക. ആ ഫസീഹ കലാം തന്നെ മുഖ്തദലിനോട് യോജിക്കുമ്പോഴാണ് ബലീഗാവല്, അതാണ് അതിൻ്റെ ദാത്തിയ ഹുസ്ന് എന്ന് പറയുന്നത്. ആ മുഖ്തദലിനോട് യോജിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഹുസ്ന്. അത് കലാം ഫസീഹാകുക എന്നുള്ളതാണ് ഹുസ്ന് എന്നല്ല. എന്തല്ല ദൂലൽ അർലിയിൽ ഖാരിജ അർലിയ ഹുസ്നല്ല. ഇപ്പോൾ ഇൽമുൽ ബദിയിൽ പറയുന്ന അതിൻ്റെ മുഹസ്സിനാത്തിൽ, ലഫ്ദിൻ്റെ മുഹസ്സിനാത്ത്, സജീ മുതലായുള്ള അങ്ങനെയുള്ള ഹുസ്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ദാത്തിയ ഹുസ്നാണ്. കലാമിൻ്റെ ദാത്തൻ ഹസനായിരിക്കുക. അതിൽ ഹുസൂലി ബിൽ മുഹസ്സിനാത്തിൽ ബദീയത്തി, അത് ബദീയായ ഇൽമുൽ ബദിയിൽ പറയുന്ന മുഹസ്സിനാത്ത് കൊണ്ടാണ് ഈ അർലിയ ഹുസ്നെ ഹാസിലാകുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശം. ഇവിടെ ഉദ്ദേശം ദാത്തിയ ഹുസ്നാണ് എന്നർത്ഥം. ഫമുഖ്തദൽ ഹാലി വൽ ഇഅ്തിബാറുൽ മുനാസിബ്, അപ്പോൾ മുഖ്തദൽ ഹാല് മാത്രമാണ് വൽ ഇഅ്തിബാറുൽ മുനാസിബ്, അതാണ് ഇഅ്തിബാറുൽ മുനാസിബ്. മുഖ്തദൽ ഹാല് എന്ന് എന്തിനാണോ പറയുന്നത് അതാണ് ഇഅ്തിബാറുൽ മുനാസിബ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുമല്ലോ.
അതായത് മുസ്നദ് ഇലൈഹിനെ ഫസ്ലാക്കി കൊണ്ടുവന്നാൽ തഖ്സീസിനെ ഫായിദൊപ്പിക്കുന്നല്ലേ. വമ്മൽ ഫസ്ലു ഫലി തഖ്സീസിഹി ബിൽ മുസ്നദി എന്നല്ലേ, മുസ്നദ് കൊണ്ട് തഖ്സീസാക്കാൻ വേണ്ടിയിട്ടാണ് മുസ്നദ് ഇലൈഹിനെ ഫസ്ലിൻ്റെ ലമീറാക്കി കൊണ്ടുവരുന്നത്. അത് പറയുന്നുണ്ട്, ശേഷം പറയുന്നുണ്ട് യഅനീലി കസ്രിൽ മുസ്നദി അൽ മുസ്നദ് ഇലൈഹി, മുസ്നദിനെ മുസ്നദ് ഇലൈഹിൻ്റെ മേൽ കസറാക്കാൻ വേണ്ടിയിട്ടാണ്. സയ്യിദുൻ ഉവൽ ഖായിമു എന്ന് പറയുന്നത് ഖിയാമിനെ സയ്യിദിൻ്റെ മേൽ കസറാക്കാൻ വേണ്ടിയാണ്. അപ്പം ഖായിം സയ്യിദ് മാത്രമാണെന്ന് അതിൻ്റെ അർത്ഥം, അംറും ബക്കറും എന്നും ഖായിമല്ല എന്നതുപോലെ. അപ്പം സയ്യിദ് ഖായിം മാത്രമാണ്, തിരിച്ചല്ല. എങ്ങനെയല്ല, അദ്വാഉ വൽ ഇബാദ എന്ന് പറഞ്ഞാൽ ദുആവ് മാത്രമാണ് ഇബാദത്ത് എന്ന്, അല്ലാതെ ഇബാദത്ത് മാത്രമാണ് ദുആ എന്നല്ല അതിൻ്റെ അർത്ഥം. മുജാഹിദീങ്ങൾ അങ്ങനെ പറയാറുണ്ട്, ദുആവ് മാത്രമാണ് ഇബാദത്ത്, അല്ല ഇബാദത്ത് മാത്രമാണ് ദുആ എന്ന് പറയാറുണ്ട് അവർ. അപ്പോൾ എല്ലാ ദുആയും ഇബാദത്താണ്, ഇബാദത്ത് അല്ലാഹു തആലാക്ക് മാത്രമേ പാടുള്ളൂ, ഇബാദത്ത് അല്ലാഹു തആലാക്ക് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ദുആ അല്ലാഹുവിനോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ളവരെ ദുആ ചെയ്യുന്നത്, വിളിക്കുന്നത് അത് ശിർക്കാണ്, മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് ശിർക്കാണ് എന്നതുപോലെ ദുആവും ശിർക്കാണ് എന്നൊക്കെ വാദിക്കാറുണ്ട്. അത് ശരിയല്ല. അവിടെ അർത്ഥം അദ്ദുആഉ വൽ ഇബാദത്തു എന്ന് പറഞ്ഞാൽ ദുആ മാത്രമാണ് ഇബാദത്ത് എന്ന്. ഏത് ഇബാദത്തുണ്ട് അതൊക്കെ ദുആ ആണെന്ന്, അല്ലാതെ ദുആ ഒക്കെ ഇബാദത്താണെന്നല്ല, തിരിച്ചല്ല. എന്നതുപോലെ ഇവിടെ മുഖ്തവൽ ഹാല് മാത്രമാണ് ഇഅ്തിബാർ മുനാസിബ് എന്ന്. മുഖ്തവൽ ഹാല് മാത്രമാണ് ഇഅ്തിബാർ മുനാസിബ്, രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഹുവൽ ഇഅ്തിബാറുൽ മുനാസിബുൽ ഹാലി വൽ മഖാമി, അതാണ് ഹാലിനോടും മഖാമിനോടും യോജിക്കുന്ന ഇഅ്തിബാർ എന്ന് പറഞ്ഞത്. അത് മുഖ്തവൽ ഹാല് മാത്രമാണ് എന്നാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത്. യഅനി, അതുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് ഇദാ ഉലിമ, അറിയപ്പെട്ടാൽ അൻലൈസ ഇർത്തിഫാഉ ഷഗ്നിൽ കലാമി അൽ ഫസീഹി, ഫസീഹായ കലാമിൻ്റെ ഷഗ്നിൻ്റെ ഉയർച്ചയല്ല, ഫിൽ ഹുസ്നി ദാത്തിയ ഭംഗിയിൽ, ഇല്ലാ ബി മുതാബഖത്തിഹി ലിൽ ഇഅ്തിബാരിൽ മുനാസിബി, അത് ഇഅ്തിബാർ മുനാസിബിനോട് യോജിക്കൽ കൊണ്ടല്ലാതെയല്ല എന്ന്. അപ്പോൾ കലാമിൻ്റെ ഉയർച്ച ഇഅ്തിബാർ മുനാസിബിനോട് യോജിക്കൽ കൊണ്ടല്ലാതെയല്ല. അതെവിടുന്ന് കിട്ടി? അലാമ യുഫീദുൽ ഇളാഫത്തുൽ മസ്തരി, അത് മസ്തറിനെ ഇളാഫത്ത് ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. മസ്തറിനെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇളാഫത്ത്. ഇർത്തിഫാഉ ഷഗ്നിൽ കലാമി എന്നാണ് പറഞ്ഞത്. ഇർത്തിഫാഉ ഷഗ്നിൽ ഇർത്തിഫാഉ എന്നുള്ളതിനെ ഷഗ്നുൽ കലാം എന്നുള്ള മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്ത്. അപ്പം മുഫ്റദായ ഒരു ഇസ്മിനെ മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്താൽ ഉമൂമിനെ ഫായിദൊപ്പിക്കുന്ന, അപ്പം എല്ലാ ഇർത്തിഫാഉ എന്നുള്ള അർത്ഥം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇർത്തിഫാഉ ഷഗ്നിൽ കലാമി, കലാമിൻ്റെ ഷഗ്നിൻ്റെ എല്ലാ ഇർത്തിഫാവും മുതാബഖത്ത് കൊണ്ടാണെന്നോ, മുതാബഖത്തിൽ ഇഅ്തിബാരിൽ മുനാസിബീൻ. അപ്പോൾ മുനാസിബായ ഇഅ്തിബാറിനോട് യോജിക്കൽ കൊണ്ടാണ് കലാമിൻ്റെ എല്ലാ ഉയർച്ചയും. അപ്പോൾ മുതാബഖത്ത് കൊണ്ടാണ് എല്ലാ ഉയർച്ചയും എന്ന് പറയുമ്പോൾ അവിടെ മുതാബഖത്ത് അല്ലാത്തതുകൊണ്ട് ഉയർച്ച ഉണ്ടാകാൻ പാടില്ല, ആ മുതാബത്ത് കൊണ്ടേ ഉയർച്ച ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഈ ഹസർ കിട്ടുന്നത്. ഈ ഹസർ കിട്ടുന്നത് ഈ മസ്തറിനെ ഇളാഫത്ത് ചെയ്തു, മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ ഉമൂമിനെ ഫായിദപ്പിക്കും, ഉമൂമിൽ നിന്ന് ഈ ഹസർ ഉണ്ടാകും എന്നാണ് ഷാരി റഹ്മത്തുള്ളാഹി സമർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം എല്ലാ ഇർത്തിഫാവും മുതാബഖത്ത് കൊണ്ടാണെന്ന് പറയുമ്പോൾ മുതാബഖത്ത് കൊണ്ട് മാത്രമേ ഇർത്തിഫാവ് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ വമഅലൂമുൻ, ബുലഗായിൻ്റെ അടുക്കൽ അറിയപ്പെട്ട കാര്യമാണ് എന്ത്? അന്നഹു ഇന്നമാ യർതഫിയു ബിൽ ബലാഗത്തീൻ. എന്താ അറിയപ്പെട്ടത്? അന്നഹു ഇർത്തിഫാഉ ഷഗ്നുൽ കലാം, ഇന്നമാ യർതഫിയു, അത് ഉയരും, അല്ലെ അന്നഹു എന്നുള്ള കാര്യം. ഇന്നമാ യർതഫിയു, ആ കലാമിൻ്റെ ഷഗ്ന് ഉയരും, ബിൽ ബലാഗത്തി, ബലാഗത്ത് കൊണ്ട് മാത്രമേ ഉയരുകയുള്ളൂ. അല്ലത്തി, എങ്ങനത്തെ ബലാഗത്ത്? ഹിയ ഇബാറത്തുൻ മുതാബഖത്തിൽ കലാമിൽ ഫസീഹിൽ മുഖ്തവല്ലാലി, അതിനാണ് ബലാഗത്ത് എന്ന് പറയുന്നത്. ബലാഗത്ത് എന്ന് പറഞ്ഞാൽ
അത് ഫസീഹായ കലാം മുക്തല്ലാനോട് യോജിക്കലാണ്. അതിനെ തൊട്ടുള്ള ഇബാറത്താണ് ബലാഗത്ത്. ഈ ബലാഗത്ത് കൊണ്ട് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? കലാമിൻ്റെ ഷൈനിൻ്റെ ഇർത്തിഫാ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് അറിയപ്പെട്ട കാര്യവുമാണ്. അപ്പോൾ രണ്ട് മുഖദ്ദിമുണ്ട്. ഒരു മുഖദ്ദിമ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത് തന്നെ, ഇർത്തിഫാഉ ഷൈനുൽ കലാമി ഫിൽ ഹുസ്നി വൽ ഖബൂലി ബി മുതാബഖത്തി ലിൽ ഇഅ്തിബാരിൽ മുനാസിബീൻ. ഷൈനുൽ കലാമിൻ്റെ ഉയർച്ച മുതാബക്കത്ത് കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ ഉയർച്ചയും മുതാബക്കത്ത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ മുതാബക്കത്ത് കൊണ്ട് മാത്രമേ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു മുഖദ്ദിമ. പിന്നെ മാലൂമായൊരു മുഖദ്ദിമയുണ്ട്. ബലാഗത്ത് കൊണ്ടേ എന്തുണ്ടാവുകയുള്ളൂ? ഇർത്തിഫാഉ ഷൈനുൽ കലാം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മുക്തദല്ലാലിനോട് യോജിക്കൽ കൊണ്ടേ ഇർത്തിഫാഉ ഷൈനുൽ കലാം ഉണ്ടാവുകയുള്ളൂ എന്നൊരു മുഖദ്ദിമയും. രണ്ട് മുഖദ്ദിമയിലും മൗളൂ ഹദ്ദൗസത്തായിട്ടാണ് വരുന്നത്. ഹദ്ദൗസത്ത് മൗളൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഷക്കിൽ സാലിസാണ്. ഹദ്ദൗസത്തിനെ കളഞ്ഞാൽ എന്ത് മനസ്സിലാവും? രണ്ട് കളിയും മെഹ്സൂറായതുകൊണ്ട്, ഹെസറാക്കപ്പെട്ടതായതുകൊണ്ട് നത്തീജ ഹെസറായിരിക്കും. അപ്പോൾ എന്ത് മനസ്സിലാവും? ഈ മുക്തദൽ ഹാലി എന്ന് പറഞ്ഞാൽ ഈത്തിബാർ മുനാസിബ് അല്ലാതെയല്ല. ആ മുക്തദൽ ഹാലി മാത്രമാണ് ഈത്തിബാർ മുനാസിബ എന്നുള്ളത് വരും. അത് രണ്ടും ഒന്നാണ് നമുക്ക് കിട്ടും. ഫഖദ് ഉലിമ, അപ്പോൾ അറിയപ്പെട്ടു, അന്നൽ മുറാദ ബിൽ ഇഅ്തിബാരിൽ മുനാസിബി, ഈത്തിബാർ മുനാസിബ് കൊണ്ടുള്ള ഉദ്ദേശം മുക്തദൽ ഹാലി, മുക്തദൽ ഹാലി കൊണ്ടുള്ള ഉദ്ദേശം വാഹിദുൻ ഒന്നാണ് എന്ന് വന്ന്. അങ്ങനെ രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞാൽ രണ്ടിന് മാസതൊക്കെ ഒന്നാണെന്ന് തന്നെയാണ് ഉദ്ദേശം. അല്ല മഫ്ഹൂം രണ്ടും വ്യത്യാസമുണ്ടെന്ന് അറിയാലോ, മനസ്സിലാവും. മുക്തദൽ ഹാലിൻ്റെ മഫ്ഹൂമും പിന്നെ ഈത്തിബാർ മുനാസിബിൻ്റെ മഫ്ഹൂം വ്യത്യസ്തമാണെങ്കിലും രണ്ടുകൊണ്ടുള്ള ഉദ്ദേശം മുറാദ് ഒന്നാണ്, രണ്ടിനെയും മാസദക്ക ഒന്നാണ്. ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ ലമാ സദക്ക സാദിക്കാവുകയില്ലല്ലോ. അന്നഹു ലാ യർതഫിയു ഇല്ലാ ബിൽ മുതാബഖത്തിൽ ഇഅ്തിബാരിൽ മുനാസിബി വലാ യർതഫി ഇല്ലാ ബിൽ മുതാബഖത്തി ലിൽ മുക്തദൽ ഹാലി എന്ന രണ്ട് ഹെസറും സാദിക്കാവുകയില്ലല്ലോ. രണ്ടും ഒന്നല്ലെങ്കിൽ എന്ത് സാദിക്കാവൂല? ഈ കലാം ഉയരുകയില്ല ഇല്ലാബിൽ മുതാബക്കത്തി, അന്നോ ലാ യർതഫിയു, ആ കലാം ഉയരുകയില്ല ഇല്ലാബിൽ മുതാബക്കത്തിൽ ഇഅ്തിബാരിൽ മുനാസിബി, ഈത്തിബാർ മുനാസിബിനോട് യോജിക്കൽ കൊണ്ടല്ലാതെ കലാമിൻ്റെ ഷൈന് ഉയരുകയില്ല എന്നുള്ള ഒരു ഹെസറും, വലാ യർതഫി ഇല്ലാബിൽ മുതാബക്കത്തിൽ മുക്തദൽ ഹാലി, മുക്തദൽ ഹാലിനോട് യോജിക്കൽ കൊണ്ടല്ലാതെ കലാമിൻ്റെ ഷൈന് ഉയരുകയില്ല എന്നുള്ള രണ്ട് ഹെസറും കൂടി സാധിക്കാവണമെങ്കിൽ അതിൻ്റെ രണ്ടിനെ മിസ്താഖ് ഒന്നായിരിക്കണം. അതല്ല എങ്കിൽ ഇത് രണ്ടും കൂടി സാധിക്കാവൂല. ഫൽയുതാമൽ, അതുകൊണ്ട് ഇവിടെ ചിന്തിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഷാരി റഹിമഹുല്ലാഹ് പറയുന്നത്. ഫൽ ബലാഗത്തു, അപ്പോൾ ബലാഗത്താകുന്നത് റാജിയത്തുൻ ഇലൽ ലഫ്ളീൻ, ലഫ്ളിലേക്ക് മടങ്ങുന്ന സിഫത്താണ്. ബലാഗത്ത് എന്ന് പറഞ്ഞാൽ കലാം മുക്തദൽ ഹാലിനോട് യോജിക്കുക എന്നല്ല പറഞ്ഞത്. അപ്പം കലാമിൻ്റെ സിഫത്തായിട്ടാണല്ലോ ബലാഗത്ത് പറയുന്നത്. അതുകൊണ്ട് ഫൽ ബലാഗത്തു സിഫത്തുൻ റാജിയത്തുൻ ലഫ്ള്, ലഫ്ളിലേക്ക്, ലഫ്ള് പറഞ്ഞാൽ ഈ കലാമിലേക്ക്, കലാമിൻ്റെ സിഫത്താണത് ബലാഗത്ത് എന്ന് പറയുന്നത്. പക്ഷേ വെറും കലാമിൻ്റെ സിഫത്തല്ല, ബീത്തിബാരി ഇഫാത്തിയിൽ മഅന, ആ കലാം ഫായിദ ഒപ്പിക്കുന്നുണ്ട് എന്ന ഈത്തിബാർ കൊണ്ട്. അൽ മഅന, മഅനയെ മഅന എന്ന് പറഞ്ഞതുകൊണ്ട് അസ്ലു മുറാദ മഅനല്ല, ഇവിടെ ബലീഗ് ഉദ്ദേശിക്കുന്ന മഅനയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കലാമിനെ എന്തിനു വേണ്ടിയാണോ കൊണ്ടുവരപ്പെട്ടത് ആ മഅനയാണ്. ബി തർക്കീബി, തർക്കീബ് കൊണ്ട്. തർക്കീബ് പറഞ്ഞാൽ കലിമത്തുകളെ കൂട്ടിച്ചേർക്കൽ കൊണ്ട് പായ്തെപ്പിക്കുന്ന മഅന. അത് രണ്ടാമത്തെ മഅന, ആ ഖുസൂസിയത്തല്ലേ. ഇപ്പോൾ ഇവിടെ പിന്നെ ഹാല് തേടുന്ന മഅന, മുഖാത്തബ് മുങ്കിറാണെങ്കിൽ കലാമിനെ തൗക്കീദ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ മഅനയുണ്ടല്ലോ. അപ്പോൾ തൗക്കീദ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള മഅന, ആ ഉദ്ദേശം. ആ മഅനയെ കലാം ഫായിദ ഒപ്പിക്കുന്നുണ്ട്, അല്ലെ ലഫ്ള് ഫായിദ ഒപ്പിക്കുന്നുണ്ട് എന്നതിനെ ഈത്തിബാർ ചെയ്യൽ കൊണ്ട് ലഫ്ളിലേക്ക് മടങ്ങുന്ന സിഫത്താണ്. അപ്പോൾ ഈ മഅനയെ ഈത്തിബാർ ചെയ്തുകൊണ്ടുള്ള സിഫത്താണ്. ഇല ലഫ്ള്, ലഫ്ളിലേക്ക് മടങ്ങുന്ന സിഫത്താണ്. ബി മഅന അന്നഹു കലാമുൻ ബലീഗുൻ,
കലാമുൻ ബലീഗുൻ എന്ന് പറയാറുണ്ടല്ലോ എന്നൽക്കാണ് ലഫ്ദിലേക്ക് മടങ്ങുന്നത് പറഞ്ഞത്. ലാക്കിൻ ലാമിന്നൈതു ഇന്നഹു ലഫ്ദുൻ വ സൗത്തുൻ, അത് വെറും ലഫ്ദും സൗത്ത് ആണ് എന്ന ഭാഗത്തിൽ കൂടെ അല്ല. ബൽ പക്ഷേ ബിഇതിബാരി ഇഫാത്തിഹി, ആ ലഫ്ദ് ഫായിദപ്പിക്കുന്നതിന് എന്ന് പരിഗണിച്ചുകൊണ്ട്, അൽ മഅന മഅനയെ, അയ്യൽ ഗർലൽ മസൂഖ ലഹുൽ കലാമു, കലാം കൊണ്ടുവരപ്പെട്ട, കലാം എന്തൊന്നിന് വേണ്ടിയാണ് കൊണ്ടുവരപ്പെട്ടത്, ആ ഉദ്ദേശത്തെ ഫായിദപ്പിക്കുന്നുണ്ട് എന്ന ഇത്തിബാർ കൊണ്ട്. ഇപ്പം കലാമിനെ അവിടെ തൗക്കീദ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരപ്പെട്ടതാണ്. തൗക്കീദ് ചെയ്യുക, തഖദീം ചെയ്യുക, തഖീർ ചെയ്യുക, താരീഫാക്കുക എന്നൊക്കെയുള്ള അത് ആ മഅനയാണ് ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ മഅന. അല്ലാതെ എന്തല്ല, ഈ ബുലഗാ പരിഗണിക്കുന്ന രണ്ടാമത്തെ മഅനയാണ് ഇവിടെ മഅന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അസ്ലു മുറാദായ മഅനയല്ല. അത് ഫായിദപ്പിക്കുക, ആ മഅനയെ ഫായിദപ്പിക്കുക എന്ന ഇത്തിബാർ കൊണ്ട്, ബി തർക്കീബ് കൊണ്ട്, ആ കലാമിൻ്റെ ഘടന കൊണ്ട്, അല്ലെ കലിമത്തുകളെ കൂട്ടിച്ചേർക്കൽ കൊണ്ട് ഈ മഅനയെ ഫായിദപ്പിക്കുക എന്ന ഇത്തിബാർ കൊണ്ട്. ബി തർക്കീബ് എന്നുള്ള താലിക്കും ഇഫാത്തിഹി, ആ തർക്കീബ് കൊണ്ട് ഇഫാത്ത് ചെയ്യാൻ. വദാലിക, ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ദലായിലുൽ ഇജാസിൽ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ എന്ന് പറഞ്ഞ മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് എന്താ പറഞ്ഞത്? ഈ ബലാഗത്ത് എന്നുള്ളത് ലഫ്ദിലേക്ക് മടങ്ങുന്ന സിഫത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലേ അത് ലഫ്ദിലേക്ക് മടങ്ങുന്ന സിഫത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത് മഅനയിലേക്ക് മടങ്ങുന്ന സിഫത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മഅനയിലേക്ക് മടങ്ങുന്ന സിഫത്തല്ല എന്നിങ്ങനെ പല പ്രാവശ്യം പല തരത്തിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ എന്നിവർ ദലായിലുൽ ഇജാസ് എന്ന തൻ്റെ കിതാബ് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞതിൽ തനാഖുദ്, വൈരുദ്ധ്യമില്ലേ എന്നൊരു തോന്നൽ. അപ്പോൾ ആ പറഞ്ഞത് വൈരുദ്ധ്യമല്ല എന്ന് സ്ഥാപിക്കാനാണ് മുസന്നിഫ് റഹിമഹുല്ല ഇങ്ങനെ ഇബാറത്തിട്ടത്. അത് ലഫ്ദിൻ്റെ സിഫത്ത് അല്ല എന്ന് അവർ പറഞ്ഞത് ഏതർത്ഥത്തിനാണ്? വെറും ലഫ്ദിൻ്റെ സിഫത്തല്ല എന്നുള്ള അർത്ഥത്തിനാണ്. അത് മഅനൻ്റെ സിഫത്തല്ല എന്ന് പറഞ്ഞത് അത് അസ്ലു മുറാദായ മഅനൻ്റെ സിഫത്തല്ല എന്ന്. പിന്നെ അത് മഅനൻ്റെ സിഫത്താണ് എന്ന് പറഞ്ഞതോ അത് ഇങ്ങനെ ബുലഗാ ഉദ്ദേശിക്കുന്ന ആ മഅനൻ്റെ സിഫത്താണ് എന്നുള്ള അർത്ഥത്തിനാണ്. മനസ്സിലായില്ലേ? പിന്നെ ലഫ്ദിൻ്റെ സിഫത്താണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഈ അർത്ഥത്തിനാണ്. ഏതർത്ഥത്തിനാണ്? അത് മഅനയെ ഫായിദപ്പിക്കുക എന്ന ഇത്തിബാർ കൊണ്ടുള്ള ലഫ്ദിൻ്റെ സിഫത്താണ് എന്നുള്ള അർത്ഥത്തിനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് മുസന്നിഫുടെ വിശദീകരണം ഇങ്ങനെ പറയാൻ കാരണം. ഷാരി അത് വിശദീകരിക്കുന്നു. വദാലിക, അത് ഇതെങ്ങനെയാണ്? തർക്കീബ് കൊണ്ട് മഅനയെ ഫായിദപ്പിക്കാൻ ഇത്തിബാർ കൊണ്ടാണ് ലഫ്ദിൻ്റെ സിഫത്താണ് ബലാഗത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അങ്ങനെ പറയാൻ കാരണം ലിയന്നൽ ബലാഗത്ത് കമാ മറ മേൽ പറഞ്ഞതുപോലെ ഇബാറത്തുൻ അൻ മുതാബക്കത്തിൽ കലാമിൽ ഫസീലി മുഖ്തദലാലി, ഫസീഹ കലാം മുഖ്തദലാലിനോട് യോജിക്കുക എന്നതിനെ സംബന്ധിച്ച് പറയപ്പെടുന്നതാണല്ലോ എന്നതിനെ സംബന്ധിച്ചാണ് ബലാഗത്ത് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ലാഹിറാണ് അന്ന ഇത്തിബാറൽ മുതാബക്കത്തി വഅദമഹ. അപ്പോൾ ലാഹിറാണ് അന്ന ഇത്തിബാറൽ മുതാബക്കത്തിനെ പരിഗണിക്കൽ, ഇങ്ങനെ മുഖ്തദലാലിനോട് യോജിക്കലിനെ പരിഗണിക്കൽ. വഅദമഹ എന്നും വായിക്കാം, വഅദമിഹ എന്നും വായിക്കാൻ ദുസൂക്കി പറയുന്നുണ്ട്. ദുസൂക്കി ഇമാം പറയുന്നുണ്ട് വഅദമഹ എന്ന് വായിക്കുമ്പോൾ ഇത്തിബാറമൽ കത്ഫ്, വഅദമിഹ എന്ന് പറയും മുതാബക്കത്തുൽ കത്ഫ്. അപ്പം പിന്നെ വഅദമഹ എന്നുള്ള ദമീർ ഇത്തിബാറിൽക്കും മടക്കാം, മുതാബക്കത്തിൽക്കും മടക്കാം. ഇത്തിബാറുകൾക്ക് മടക്കുമ്പം അത് തഗ്നീസാക്കിയത് മുതാബക്കത്ത് എന്നുള്ള പിന്നെ മുഅന്നസിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടാണ്. മുലാഫിന് തഗ്നീസ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അൽഫിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ നിലക്ക്. അപ്പം എന്തായാലും അപ്പോൾ ലാഹിറാണ് അന്ന ഇത്തിബാറൽ മുതാബക്കത്തിനെ പരിഗണിക്കൽ, വഅദമിഹ മുതാബക്കത്തില്ലാത്തതിനും പരിഗണിക്കൽ, അല്ലെങ്കിൽ മുതാബക്കത്തിനെ പരിഗണിക്കലും പരിഗണിക്കാതിരിക്കലും, അങ്ങനെ അർത്ഥം പറയാം. ഇന്നമാ യകൂനു അതുണ്ടാവും ബിഇതിബാരിൽ മആനി വൽ അഗ്റാദ്, അത് മഅനകളെയും അഗ്റാദിനെയും പരിഗണിക്കൽ കൊണ്ടാണ്. അല്ലത്തി എങ്ങനത്തെ അഗ്റാദ് യുസാഖുലഹൽ കലാമു
കലാം കൊണ്ടുവരപ്പെട്ട കലാം ഏതൊരു ഖർദിന് വേണ്ടിയാണോ കൊണ്ടുവരപ്പെട്ടത് അതിനെ പരിഗണിക്കുമ്പോഴേ മുതാബക്കത്ത് ഉണ്ടാവുള്ളൂ. ഇവിടെ പിന്നെ മുഖാത്തബ് മുങ്കിറാണെങ്കിൽ അവിടെ തൗക്കീദ് ചെയ്യലാണ് അടുത്ത ഖർദ്. അപ്പോൾ അതവിടെ ചെയ്യണം. അപ്പോഴേ കലാം എന്താവുള്ളൂ, മുതാബിക്കാവുള്ളൂ, മുഖ്തദാലിനോട് മുതാബിക്കാവുകയുള്ളൂ. ആ മുതാബക്കത്ത് പരിഗണിക്കൽ അവിടെ ഈ കലാമിനെ കൊണ്ടുവരപ്പെട്ട അഗ്റാദ് മഅനി രണ്ടും ഒന്ന് തന്നെ, അതിനെ പരിഗണിക്കൽ കൊണ്ടാണ്. ലാ ബിഇഅ്തിബാരിൽ അൽഫാദുൽ മുഫ്രദത്തി, വെറും ലഫ്ദിനെ പരിഗണിക്കൽ കൊണ്ടല്ല. വെറും ലഫ്ദ് മഅനെ പരിഗണിക്കാതെ ലഫ്ദ് മാത്രം പരിഗണിക്കുക, അതുകൊണ്ടല്ല. വൽ കലിമിൽ മുജറദത്തി, മുജറദത്തായ കലിമത്തുകളെ കൊണ്ടുമല്ല. മുജറദത്തായ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ അഗ്റാദ് ആ മഅനി അതിനെ തൊട്ട് ഒഴിവാക്കപ്പെട്ട കലിമത്തുകൾ. അപ്പോൾ വെറും മുജറദായ കലിമത്ത് അതിൻ്റെ അസ്ലി മഅനല്ല, അസ്ലി മുറാദായ മഅനല്ല ഉദ്ദേശിക്കുന്നത്. അസ്ലി മുറാദായ മഅന ഉദ്ദേശിക്കുന്നുണ്ട്, അത് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം ഉദ്ദേശിച്ചാൽ പോരാ. അതിന് രണ്ടാമത്തെ മഅനയാ ഖുസൂസിയാത്തില്ലേ, നേരത്തെ പറഞ്ഞ ഖുസൂസിയാത്ത്, ആ ഖുസൂസിയാത്തും കൂടി പരിഗണിക്കാത്ത കലിമ മുജറദത്ത്. ആ കലിമ മുജറദത്തിനെ ഇത്തിബാർ ചെയ്യൽ കൊണ്ടല്ല എന്തുണ്ടാകുന്നത്, മുതാബക്കത്ത് ഉണ്ടാകുന്നത്. മുതാബക്കത്ത് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ രണ്ടാം മഅനയായ ആ മഅനി അഗ്റാദ് പരിഗണിക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനും കൂടി പരിഗണിച്ചിട്ട് ആ ലഫ്ദ് അതിനെ ഫായിദ ഒപ്പിക്കലിനെ പരിഗണിക്കുമ്പോഴേ ഈ ലഫ്ദിനെ സംബന്ധിച്ച് ബലീഗ് എന്ന് സിഫത്ത് പറയുകയുള്ളൂ എന്നാണ് ഷാരി റഹിമഹുല്ലാഹി മുസന്നിഫൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് തുടരും. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.